നഗ്നം ദീനം മാം കരുണാനിധി കർമ്മഗ്രാഹഗൃഹീതാംഗം മമുദ്ധാർ ഭവാന്നവാത് ശ്രീമദ്ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേ ഭഗി സ്വീകൃതോऽസി മയാ നാഥ മുക്ത്യർത്ഥം ഭവസാഗരേ മനോരഥോ മധിയോയം സർവദാ സവനസ്തയാ നിർവിഘ്നേനൈവ കർത്തവ്യം ദാസോഹം തവ കേശവ കസ്തൂരിതിലകം ലലാടപടലേ വക്ഷസ്ഥലേ കൗസുഭം നാസാഗ്രേ വരമൗക്തികം കരതലേ വേണുകരേ കങ്കണം സർവാംഗേ ഹരിചന്ദനം സുലളിതം കണ്ടേജമുക്താവലി ഗോപസ്ത്രീ പരിവേഷ്ടിതോ വിജയതേ ഗോപാലചൂടാമണി അസ്തി സ്വസ്തരുണീ കരാഗ്രവികിരത് കൽപ്പപ്രസൂനാലുപ്തം വസ്തു പ്രസ്തുത് വേണുനാദലഹരി നിർവാൺ നിർവ്യാകുലം സ്രസ്താ സ്രസ്താ നിബദ്ധാ നീവി വിരസത് ഗോപീ സഹസ്രാവൃതം ഹസ്തന്യസ്തൻ താപവർഗം അഖിലോദ്ധാരം കിശോരാകൃതി കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ കൃതാസുതം സച്ചിദാനന്ദരൂപായ വിശ്വപ്രത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമഃ. ശ്രീമദ്ഭാഗവതം നാമപുരാണം ലോകവിശ്രുതം ശുണ്യ ശ്രദ്ധയാ യുക്തോ മമ സന്തോഷകാരണം ശ്ലോകാർദ്ധം ശ്ലോകപാദം വാ നിത്യം ഭാഗവതോദ്ഭവം പഠതേ ശൃണ്യായസ്തു ഗോ സഹസ്രഫലം ലഭേത്. മമോസേഷു സർവേഷു ശ്രീമദ്ഭാഗവതം പരം ശൃണ്വന്ത്യാ നരാ ഭക്ത്യ മമ പ്രത്യേജസുവ്രത് വസ്ത്രാലങ്കരണൈ പുഷ്പൈർധൂപദീപോപഹാരകൈഃ ബഹിർദോഹി അഹം ദൃശ്യ സസ്ത്രിയ സത്പതിര്യഥാ ശുഗരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതത് കഥാ പ്രകാശേന മേധജ്ഞാനം വിനാശയ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജന്മാദ്യസ്യ യതോ അന്യയാ ധൃതചർത്തേഷു അഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദ്യവേ മുഹ്യന്തി യസ്സൂരയഃ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര സർഗോ ആമൃഷാ ധാംനാ സേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മപ്രോചിതാ കൈതവോ അത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവം അത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരിരീശ്വരഃ സദ്യോ ഹൃദ്യ അവരുദ്ധതേ അത്ര കൃതിഭിഃ ശുശ്രൂഷിഭിഃ തക്ഷണാത്. നിഗമകൽപ്പതരോ ഗരുദം ഫലം സുഖമുഖാത് അമൃതദ്രവ സംയുതം പിബതാ ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. സൂത ഉവാച യം പ്രവർജന്തം അനുപേതം അഭേതകൃത്യം ദൈപായനോ വിരഹകാതര ആജുഹാവ പുത്രേതി തന്മയതയാ തരവോ അഭിനേതു സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്സാനുഭാവം അഖിലശ്രുതിസാരമേഘം അധ്യാത്മദീപം അതിദൃഷ്ടതാം തമോന്തം സംസാരിണാം കരുണയാഹ പുരാണൗക്യം തം വ്യാസസൂനും ഉപയാമേ ഗുരും മുനീനാം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. ഹരേ കൃഷ്ണ. അനന്ത പത്മനാഭ ഗൃഹത്തിലെ ശ്രേഷ്ഠരായ എല്ലാ ഭക്തന്മാരെയും വീണ്ടും കാണാൻ സാധിക്കുന്നതിൽ, അവരോടൊത്ത് ആത്മീയമായി ഭഗവാനെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുന്നതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഞായറാഴ്ച ഒരു വാരത്തിന്റെ ആദ്യമാണ്, വാരാന്ത്യമല്ല, വാരാദ്യമാണ്. ഹരേ കൃഷ്ണ. അല്ലെ, പത്രങ്ങൾ വാരാന്ത പതിപ്പെന്നല്ല എഴുതുന്നത്. ഏതോ ഒരു പത്രം മാത്രം ആദ്യ പതിപ്പെന്ന് എഴുതാറുണ്ട്. ഏത് പത്രമാണെന്ന് മനസ്സിലാവുന്നില്ല, ഓർമ്മ വരുന്നില്ല. ശരിയല്ലേ? ഹരേ കൃഷ്ണ.
അത് ശരി തന്നെ. ഹരേ കൃഷ്ണ. ഏതോ ഒരു പത്രം വാരാദ്യ പതിപ്പ് എഴുതാറുണ്ട്. ഹരേ കൃഷ്ണ. എല്ലാ ദിവസവും നമുക്ക് ഭഗവാനുമായിട്ട് തുടക്കം തന്നെയാണ്. നമ്മളെല്ലാം തുടക്കക്കാരാണ്. മംഗളകരമായി തുടങ്ങണം ഓരോ കാര്യങ്ങൾ. ശ്രേഷ്ഠമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു വരുന്നത്. ഏതൊക്കെ അല്ലേ? ശരിയല്ലേ? ഏതാ കടന്നു പോയത്? അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? രഥയാത്ര, രഥയാത്ര, ജഗന്നാഥപുരി. ജഗന്നാഥപുരി, പുരി രഥയാത്ര ഒക്കെ എത്ര ശ്രേഷ്ഠമാണ്. വളരെ ഗംഭീരമായി കൊല്ലം രഥയാത്ര നടന്നിട്ടുണ്ട് അല്ലേ? ശരിയല്ലേ? ഹരേ കൃഷ്ണ. നമ്മളിങ്ങനെ അയനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അടുത്ത ശ്രേഷ്ഠമായ ദിവസം ഏതാണ്? രാമായണ മാസം. ശ്രേഷ്ഠം. അപ്പൊ നമ്മള് നോക്കണം, മഹാപ്രഭുവുമായിട്ടാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. പാനിഘട്ടിലെത്തി രഘുനാഥ ഗോസ്വാമിയെ കാണുന്നു. രഘുനാഥ ഗോസ്വാമിക്ക് ഒളിച്ചിരിക്കുന്നതിന്റെ ശിക്ഷ കൊടുക്കുന്നു. വിഭവസമർത്ഥമായ പ്രസാദം കൊടുത്തുകൊണ്ട് വലിയൊരു ശിക്ഷ കൊടുക്കുന്നു. ഇത്ര മനോഹരമായ ശിക്ഷ. അത് കഴിഞ്ഞ് മഹാപ്രഭുവിനോടൊപ്പം നമ്മൾ പുരിയിലെത്തി, സ്നാനയാത്രയിൽ പങ്കെടുത്തു, രഥോത്സവത്തിൽ പങ്കെടുത്തു. നമ്മൾ പോവുകയാണ് നേരെ. രാമ 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 പാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം. ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. സാക്ഷാൽ മുകുന്ദന്റെ അടുത്തേക്ക് പോവുകയാണ്. അയോധ്യയിൽ അല്ലേ? ശരിയല്ലേ? എന്തുകൊണ്ടാണ് കർക്കിടക മാസം രാമായണ മാസമായിട്ട് നമ്മൾ എടുത്തത്? എന്തുകൊണ്ടാ? പ്രത്യേകിച്ച് കേരളത്തിൽ എന്തുകൊണ്ടാ? ദുരിതങ്ങളുടെയും കഷ്ടതകളെയും ദാരിദ്ര്യത്തിന്റെയും മാസം എന്ന് പറയുന്നത്. അതെന്തിനുണ്ട് രാമായണം എടുത്തു, ഭാഗവതം എടുത്തുള്ളായിരുന്നു? മനസ്സിലെ ഇരുട്ടിനെ അകറ്റുക. ഇരുട്ടിനെ അകറ്റുക, മനസ്സിലെ ദുഃഖങ്ങളെ അകറ്റുക. എല്ലാം ശരിയാണ്. എന്തുകൊണ്ട് രാമായണം തെരഞ്ഞെടുത്തു? മര്യാദ പുരുഷോത്തമനായ ഭഗവാൻ ശ്രീരാമനെ ആരാധിച്ച് വാഴ്ത്തി നമ്മുടെ മനസ്സിന് സമാധാനം, സന്തോഷം കണ്ടെത്തുക, ജീവിതത്തിൽ ഒരു പുതിയ ചിട്ടയുണ്ടാക്കുക. ഹരേ കൃഷ്ണ. ശരിയാണ്. കൃഷ്ണൻ മര്യാദക്കാരനല്ലേ? കൃഷ്ണൻ മര്യാദക്കാരനാണെങ്കിൽ ശ്രീരാമനോട് അത്ര മര്യാദ പുരുഷോത്തമനല്ല. നമുക്ക് ഒരു തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. എല്ലാം അവിടെ നിൽക്കട്ടെ. ഹരേ കൃഷ്ണ. നമ്മുടെ നാഥനായി കർക്കിടക മാസത്തിലാണ് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ നമ്മുടെ മുന്നിലുള്ള പ്രത്യക്ഷപ്പെടലുകൾ. കർക്കിടക മാസത്തിലെ പുണർദം നാളിൽ കൗസല്യാമ്മയുടെ പുത്രനായി സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ അവതരിച്ചു. അതുകൊണ്ടാണ് മുകുന്ദൻ എന്നവിടെ പേര് വന്നത്. രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. അങ്ങനെ മാതാജി പറഞ്ഞതുപോലെ കർക്കിടക മാസം വളരെ വിഷമങ്ങളുടെ കാര്യം. മഴയാണ്. പണ്ടെല്ലാം 99% കൃഷിയെ ആശ്രയിച്ചാണ് നമ്മൾ ജീവിച്ചിരുന്നത്. ഇപ്പം അതൊന്നും നടക്കാത്തൊരവസ്ഥ. ആകെ പട്ടിണിയും പരിതാപവും. ആകെ ഉള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കലേർദോഷ നിധേരാജൻ. എന്താ കലേർദോഷ നിധേരാജൻ. ബാക്കി പറഞ്ഞോളൂ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം സുഖദേവ ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിനോട് പറയുകയാണ്, കലേർദോഷ നിധേരാജൻ. 12ാമത്തെ സ്കന്ധം 3ാമത്തെ അധ്യായം 51ാമത്തെ ശ്ലോകം. കലേർദോഷ നിധേരാജൻ അസ്തികോ ഏകോ മഹാൻ ഗുണഃ കീർത്തനാദ്യേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത്.
എന്താ സംഭവിച്ചത്? എടുത്തോ, ശ്ലോകം എടുത്തോ. 12:3:51. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം പ്രഭു, കേൾക്കാം. ഓക്കെ, ശരി. കലേർദോഷനിധി രാജൻ. 12:3:51. കലേർദോഷനിധി രാജൻ. ഹേ രാജൻ, കലിയുഗം എല്ലാ ദോഷങ്ങളെ കൊണ്ടും നിറഞ്ഞതാണ്. എല്ലാ ദോഷങ്ങളെ കൊണ്ടും നിറഞ്ഞതാണ്. കലേർദോഷനിധി രാജൻ അസ്തി ഏകോ മഹാൻ ഗുണ. പക്ഷേ രാജൻ ഒന്ന് ഓർമ്മിക്കണം, അതിനകത്ത് ഒരു മഹത്തരമുണ്ട് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഒരു മഹത്തരമുണ്ട്. എന്താ മഹത്തരം? കീർത്തനാദേവ കൃഷ്ണസ്യ. ഭഗവാനെ കീർത്തിക്കുക, കൃഷ്ണനെ കീർത്തിക്കുക. കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗപരം വ്രജേത്. അങ്ങനെ നമുക്ക് ഈ ദുരിതങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പറ്റും. ശബ്ദങ്ങളിലൂടെയാണ് രാമായണം പോകുന്നത്. രാമായണത്തിന്റെ മറ്റൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ ശബ്ദം. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ശബ്ദമാണ്. ശ്രവണം, ശ്രവിക്കുക. ശബ്ദത്തിലൂടെയാണ് രാമായണം പോകുന്നത്. ശബ്ദത്തിന് മാത്രമാണ് പ്രാധാന്യം. കർമ്മവും കർമ്മഫലങ്ങളും മുക്തിയും ആണ് രാമായണം തരുന്നത്. അത് തരുന്നതോ ശബ്ദം കൊണ്ടാണ്. ശബ്ദത്തിൽ ഏത് ശബ്ദം തെരഞ്ഞെടുക്കണം എന്നുള്ളതും ഏത് ശബ്ദത്തിലൂടെ നമ്മൾ ജീവിക്കണം എന്നുള്ളതും രാമായണം പറഞ്ഞു തരുന്നു. ശബ്ദം, രാമായണം അഥവാ ശബ്ദം, ദ സൗണ്ട്. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെയുള്ള ശബ്ദം കേൾക്കണോ? അതായത് ഇവിടെ കൂടിയിരുന്ന് നമ്മൾ അനന്തപത്മനാഭ സംഘത്തിൽ സത്സംഗം ചേർന്നുകൊണ്ട് ഭഗവാന്റെ ശബ്ദം കേൾക്കണോ, അതല്ല പരദൂഷണത്തിന്റെ ശബ്ദം കേൾക്കണോ എന്നുള്ളത് തിരഞ്ഞെടുക്കുന്നതും നമ്മളാണ്. അതാണ് ശബ്ദം. ഏത് ശബ്ദത്തിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മോക്ഷം കിട്ടും, നമുക്ക് ശാന്തിയും സമാധാനവും കിട്ടും? ശബ്ദം. അപ്പൊ അങ്ങനെ ഈ കലിയുഗത്തില് ഭഗവാന്റെ നാമം മാത്രമേ ഉള്ളൂ ആശ്വാസം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളെ മലയാളികൾ, ഭക്തന്മാർ തിരഞ്ഞെടുക്കുന്നത് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അവതാര ദിവസങ്ങളല്ലേ. അപ്പോൾ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ തന്നെ നമുക്ക് ശരണം പ്രാപിക്കാം. രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. നമ്മുടെ അങ്ങനെ ഭക്തന്മാര് തീരുമാനിച്ചു, രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നമുക്ക് രാമായണം വായിക്കാം, ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അഭയം പ്രാപിക്കാം. പ്രത്യേകിച്ച് നേരത്തെ മാതാജി പറഞ്ഞതുപോലെ രാജാവായിട്ട് വന്നതാണ്. രാജാവായിട്ടാണ് അവതരിച്ചിരിക്കുന്നത്. അപ്പം ഒരു പ്രജയെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് രാജധർമ്മമാണ്. ഇനി രാമായണം ഔദ്യോഗികമായി കർക്കിടക മാസത്തിൽ വായിക്കണം എന്ന് എല്ലാ ഹിന്ദു ഭവനങ്ങളിലും ഒരു പ്രഖ്യാപനം ഉണ്ടായത് അതിനും വർഷങ്ങൾക്ക് ശേഷം. അതിനും കാരണങ്ങളുണ്ട്. ഒരു കൂട്ടം കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല, ചുരുക്കി പറയാം. ഒരു കൂട്ടം നിരീശ്വരവാദികൾ നമ്മുടെ ഭാഗവതവും രാമായണവും കേരളത്തിൽ ടൗണിൽ ജനമധ്യത്തിൽ കത്തിച്ചൊരു സംഭവം ഉണ്ടായി. മറ്റാരും തന്നെയല്ല, നമ്മുടെ സമുദായത്തിലുള്ളവർ തന്നെയാണ്. ഒരു കൂട്ടം നിരീശ്വരം. അതെല്ലാവർക്കും വളരെ സങ്കടമുളവാക്കി. അങ്ങനെ ഇതൊരു അറിവിലേക്ക് പറയുന്നതാണ്, മറ്റും ധരിക്കണ്ട. വിശാല ഹിന്ദു സമ്മേളനം ഉണ്ടാവുകയും അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തു, നമുക്ക് കർക്കിടക മാസം രാമായണ മാസമായിട്ട് തിരഞ്ഞെടുക്കുകയും രാമായണം വായിക്കുകയും ചെയ്യാമെന്ന്. ഹരേ കൃഷ്ണ. ഇതൊരു ചെറിയ ജസ്റ്റ് ഇൻഫർമേഷൻ മാത്രമേ ഉള്ളൂ. ഹരേ കൃഷ്ണ. അവിടെ നിൽക്കട്ടെ. രാമായണത്തിലേക്ക്
കടക്കാം. അയോധ്യ നഗരം എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. തുടർന്നുള്ള നാളുകളിൽ അടുത്ത ആഴ്ച മുതൽ നമുക്ക് രാമായണത്തിന്റെ ഒരു 4 ആഴ്ചക്കകത്ത് വെച്ച് രാമായണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ മാത്രം നമുക്ക് വായിച്ചു പോകാം. എല്ലാം പ്രസക്ത ഭാഗം തന്നെയാണ്. ചരിത്രത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഒന്നും കഥകളല്ല, വളരെ സംഭവ വികാസം. അതുകൊണ്ട് തന്നെ ലോകത്തിലെ 2 ഇതിഹാസങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാ 2 ഇതിഹാസങ്ങൾ? രാമായണം, മഹാഭാരതം. രാമായണവും മഹാഭാരതം. ഹരേ കൃഷ്ണ. ഇതെല്ലാം കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, വരും തലമുറ അറിഞ്ഞിരിക്കേണ്ടതാണ്. നമ്മൾ കുട്ടികളിലേക്ക് അന്യം നിന്ന് പോകുന്നതും ഈ ഒരു സംഭവമാണ്. നമ്മൾ മാത്രം തൊഴുതാ മതി, കുട്ടികൾക്കും കൊണ്ട് വേണ്ടി നമ്മൾ തന്നെ അങ്ങ് തൊഴുതോളാം എന്നൊരു കൺസെപ്റ്റ് ഈ അടുത്തിടയ്ക്ക് ഉണ്ടാവുന്നുണ്ട്. അവർക്ക് എവിടാ സമയം? അവർക്ക് പഠിക്കാൻ മാത്രമല്ലേ സമയമുള്ളൂ. അതുകൊണ്ട് അവർക്ക് കൂടി നമ്മൾ അങ്ങ് നേർച്ച ചെയ്യാം, നമ്മൾ അങ്ങ് വഴിപാട് കഴിക്കാം, നമ്മൾ അങ്ങ് അർച്ചന കഴിക്കാം. അതേസമയം നമ്മൾ ചിന്തിക്കണം, നമ്മളെല്ലാം വളർന്നു വന്നത് നമ്മുടെ അച്ഛനും അമ്മയും അങ്ങനെ ചിന്തിച്ചിട്ടല്ല. നമ്മുടെ അച്ഛനും അമ്മമാരും വളരെ കൃത്യമായിട്ട് ക്ഷേത്രത്തിൽ പോകാൻ പറയുമായിരുന്നു, ക്ഷേത്രത്തിൽ പോയി തൊഴാൻ പറയുമായിരുന്നു, വീട്ടിൽ നാമം ജപിക്കാൻ പറയുമായിരുന്നു. അവരാരും പരീക്ഷയല്ലേ എന്ന് ചോദിച്ചിട്ടില്ല. പരീക്ഷയ്ക്ക് നീ ആദ്യം ക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് വരാനായി പറയത്തുള്ളൂ, നാമം ജപിക്കാനേ പറയത്തുള്ളായിരുന്നു. നമ്മളാരും ഹരേ കൃഷ്ണ കോൺഷ്യസിൽ പൊട്ടി വീണതല്ല. അച്ഛൻ്റെ അങ്ങനെയുള്ള അച്ഛനമ്മമാരുടെ മഹത്വം കൊണ്ടാണ് നമ്മൾ ഈ ഒരു കോൺഷ്യസിൽ എത്തിച്ചേർന്നത്. അല്ലേ? ശരിയല്ലേ? ആണോ അല്ലേ? അതെ. അപ്പം നമ്മളും ആ ഒരു പ്രക്രിയ അങ്ങനെയല്ലേ ഏവം പരമ്പര പ്രാപ്തം വരുന്നത്. അപ്പൊ അതുകൊണ്ട് മാക്സിമം നമ്മൾ കുട്ടികൾ ഈ ഭഗവത്ഗീത ക്ലാസ്സിലും ഭാഗവതം ക്ലാസ്സിലും ഒക്കെ പങ്കെടുപ്പിക്കണം. ഹരേ കൃഷ്ണ. നമ്മൾ ചിന്തിക്കണം. അങ്ങനെ അയോധ്യ ഒരുങ്ങിക്കഴിഞ്ഞു. അയോധ്യ വീതികളിലും എല്ലാം കൊടിതോരണങ്ങൾ അലങ്കരിക്കപ്പെട്ടു. ദശരഥ മഹാരാജാവിന്റെ മൂത്ത മകൻ ശ്രീരാമചന്ദ്രൻ രാജാവാകാൻ പോവുകയാണ്. പെട്ടെന്നാണ് തീരുമാനിച്ചത്. ദശരഥൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണിതനായി കാണപ്പെട്ടു. അദ്ദേഹം ചിന്തിച്ചു, ഇനി അങ്ങോട്ട് എനിക്ക് രാജ്യം കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇനി അത് അമാന്തിക്കാൻ പാടില്ല. ശുഭമുഹൂർത്തത്തിൽ തന്നെ മൂത്ത മകൻ ശ്രീരാമചന്ദ്രൻ രാജാവായിക്കൊള്ളട്ടെ. പെട്ടെന്നെടുത്ത തീരുമാനമായതുകൊണ്ട് അത് കൃത്യമായിട്ട് എല്ലാവരെയും അറിയിക്കാൻ പറ്റിയില്ല. എങ്കിൽ പോലും ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു രാജാവിനെ സംബന്ധിച്ചിടത്തോളം മൂത്ത മകൻ തന്നെയാണ് രാജാവ്, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ആ തീരുമാനത്തിൽ അപാകതയുമില്ല. ഇത് കേട്ട നിമിഷം തന്നെ പെട്ടെന്ന് അയോധ്യ മുഴുവൻ വാർത്ത പരന്നു. കാര്യം അത്രയധികം അയോധ്യാവാസികൾ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ സ്നേഹിച്ചിരുന്നു. അവരുടെ സ്വന്തം സഹോദരനായിരുന്നു, മകനായിരുന്നു, അച്ഛനായിരുന്നു, രാജകുമാരനായിരുന്നു ശ്രീരാമചന്ദ്ര പ്രഭു. അവര് കാത്തിരുന്ന ആ ദിവസം വന്നു. അതുകൊണ്ട് തന്നെ അയോധ്യ മുഴുവൻ ഉത്സാഹത്തോടെ ആ വാർത്ത എല്ലാവരിലും കൊണ്ടെത്തിച്ചു. അന്തപുരവും നിറയെ ബഹളം, സന്തോഷത്തിന്റെ ബഹളം. അപ്പോൾ മറ്റൊരു കഥ അരങ്ങേറുകയാണ്. ആ അന്തപുരത്തിൽ ഒരു രാജ്ഞിയുടെ മുറിയിൽ കൈകേയി അറിഞ്ഞില്ലേ, ശ്രീരാമചന്ദ്രൻ രാജാവാകുകയാണ്. അങ്ങയുടെ ഭർത്താവ് ദശരഥൻ അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൈകേയി സന്തോഷത്തോടും തിരിഞ്ഞു. വളരെ മനോഹരമായ വാർത്തകളാണ് ഞാൻ കേട്ടത്. ഇത്രയും ശുഭകരമായ ഒരു വാർത്ത ഈ രാവിലെ തന്നെ എന്റെ ചെവിയിൽ കൊണ്ടെത്തിച്ചതിന് മന്ധര, ഞാൻ നിനക്ക് എന്റെ ആഭരണങ്ങൾ തന്നെ ഊരിത്തരുന്നു. മന്ധര ഒന്ന്
പുച്ഛത്തോടെ ചിരിച്ചു. ആർക്ക് വേണം, ആർക്ക് വേണം? കൈകേയി നെറ്റി ചുളിച്ചു. കൈകേയി, ഭവതി സന്തോഷിക്കുന്നു. അതേസമയം ജീവിതത്തിൽ ഭവതിക്ക് കഷ്ടപ്പെടാനുള്ള ദിവസങ്ങളായി വരികയാണ്. അങ്ങ് അവിടുന്ന് വെറും ഒരു ബാല്യക്കാരിയായി മാറും. സ്വന്തം മകൻ ഭരതൻ ശ്രീരാമചന്ദ്രന്റെ വെറും വേലക്കാരനായിട്ട് മാറും. കൈകേയി ദേഷ്യപ്പെട്ടു. മുമ്പെങ്ങും കാണാത്ത ആ ദേഷ്യം ആ മുഖത്തിൽ പ്രകടമായിരുന്നു. മന്ധര, നീ എന്റെ കുട്ടിക്കാലം മുതൽ എന്റെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടും എന്റെ കാര്യങ്ങൾ നോക്കിക്കാണാൻ എന്റെ അച്ഛൻ എന്നോടൊപ്പം നിന്നെ അയച്ചതുകൊണ്ടും ഇത്രകാലം നീ എന്റെ കൂടെ ഉണ്ടായത് കൊണ്ടും ഞാൻ നിന്നെ ഒന്നും പറയുന്നില്ല. ഇനി മേലിൽ എന്റെ മകനെ പറ്റി, ശ്രീരാമചന്ദ്രനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷണം നീ അയോധ്യയിൽ ഉണ്ടാകില്ല. ഈ കൊട്ടാരത്തിൽ എന്നുള്ളതല്ല, ഈ അയോധ്യയിൽ ഉണ്ടാകില്ല. മന്ധര ഒരു നിമിഷം നിശബ്ദത പാലിച്ചു, തലകുനിച്ചു. വീണ്ടും പൂർവാധികം ശക്തിയായി കൈകേയിയുടെ അടുത്തേക്ക് സമീപിച്ചു. കൈകേയി, ഭവതി ഒരു കാര്യം പറഞ്ഞില്ലേ, കുട്ടിക്കാലം മുതൽ ഞാൻ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളത്? വിശ്വസ്തയായ തോഴി ആയതുകൊണ്ടാണ് കേകയ രാജാവ് ഭവതിയോടൊപ്പം എന്നെ അയച്ചിട്ടുണ്ട് എന്നുള്ളത്? ഇന്ന് വരെ, ഇന്ന് ഒരു നിമിഷം വരെ ഒരു നോക്കാട്ടെ വാക്കാട്ടെ എന്തെങ്കിലും എന്റെ മനസ്സിൽ നിന്നോ എന്റെ പ്രവർത്തികളിൽ നിന്നോ ദോഷകരമായി സംഭവിച്ചിട്ടുണ്ടോ? ആ മന്ധരയാണ് പറയുന്നത്. അതിൽ സത്യമുണ്ട് കൈകേയി. കൈകേയി അമ്മ ഒന്ന് പതറി. ആ ശബ്ദത്തിൽ കൈകേയി അമ്മ ഒന്ന് പതറി, മനസ്സൊന്ന് ചഞ്ചലപ്പെട്ടു. മന്ധര, നീ എന്താ പറയുന്നത്? അങ്ങനെ മന്ധരയുടെ ശബ്ദത്താൽ കൈകേയി അമ്മ സ്വാധീനിക്കപ്പെട്ടു, മായയിൽപ്പെട്ടു. ഏത് ശബ്ദം കേൾക്കണമെന്നുള്ളതും ഏത് ശബ്ദമാണ് നമ്മളെ സ്വാധീനിക്കപ്പെടേണ്ടതെന്നും നമ്മളെ ചോയ്സാണ്. ഇത്തരം ശബ്ദങ്ങളിലൂടെ പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിലും എന്ത് സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. സത്യം, ഓരോരോ പ്രശ്നങ്ങളുണ്ടാകും. ഹരേ കൃഷ്ണ. ആ ശബ്ദത്താൽ വളരെയധികം സ്വാധീനിക്കപ്പെട്ട കൈകേയി അമ്മ മായാമോഹിതയായി. മന്ധര, എന്താ ഇതിനൊരു പരിഹാരം? മന്ധര പറഞ്ഞു, പരിഹാരമുണ്ട്. ഓർമ്മിപ്പിച്ചു. സ്വന്തം ഭർത്താവിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചതും സംരക്ഷിച്ചതും 2 വരങ്ങൾ ബാക്കിയായിട്ട് കിടക്കുന്നതും. ചോദിക്കൂ, ഈ നിമിഷം തന്നെ സ്വന്തം മകൻ ഭരതനെ രാജാവാക്കാൻ പറയൂ. പോരാ, 2ാമത്തെ വരവും അന്നേരം തന്നെ ചോദിക്കണം. എന്താണ് വരം? നാട്ടുകാർ ദോഷം പറയത്തില്ലേ? നാട്ടുനടപ്പനുസരിച്ചിട്ട് മൂത്ത മകൻ തന്നെയല്ലേ രാജാവാകേണ്ടത്? ഇപ്പൊ മൂത്ത മകൻ രാജാവാകാതെ ഭരതൻ അനിയൻ രാജാവായി കഴിഞ്ഞാൽ നാട്ടുകാർ കൈകേയിയമ്മയെ വെച്ചേക്കുമോ? ഭരതനെ ദോഷം പറയില്ലേ? മനസ്സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുമോ? അപ്പൊ അതിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞു തരാം. 14 വർഷത്തേക്ക് ശ്രീരാമചന്ദ്രനെ വനത്തിലേക്ക് അയക്കുക. വേണം കൈകേയി. ഭവതിക്ക് ഭരതനെ മനസ്സമാധാനത്തോടെ ആ രാജസിംഹാസനത്തിൽ ഇരുത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശ്രീരാമചന്ദ്രൻ 14 വർഷം വനത്തിൽ
ആയിരിക്കണം. കൈകേയിയമ്മ ആ മന്ധരയുടെ ശബ്ദത്താൽ സ്വാധീനിക്കപ്പെട്ട് വിമോഹിതയായി. തത്സമയം ദശരഥൻ വളരെ സന്തോഷത്തോടെ അവിടെ കടന്നു വരികയാണ്. കൈകേയി, അറിഞ്ഞില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞില്ല, ക്ഷമിക്കണം. പക്ഷേ അറിയാമല്ലോ എനിക്ക് കൂടെ കൂടെ അസുഖങ്ങൾ വരുന്നതും. ഞാൻ ഓരോ ദിവസം ചെല്ലുന്തോറും ക്ഷീണിതനായി വരികയാണ്. തീർച്ചയായിട്ടും അടുത്ത രാജാവ് ശ്രീരാമനാണ്, നമ്മുടെ പുത്രനാണ്. ശ്രീരാമചന്ദ്രനെ അടുത്ത ശുഭമുഹൂർത്തത്തിൽ രാജാവാകാൻ ഞാൻ തീരുമാനിച്ചു. കൈകേയി തിരിച്ചു നോക്കുന്നില്ല. വിളിച്ചു, കൈകേയി എന്താണ്? ഇത്രയും വലിയ ആനന്ദകരമായ ഒരു കാര്യം പറയുമ്പോൾ എന്തേ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത്? കൈകേയിയുടെ മുഖത്തൂടെ കണ്ണിലൂടെ വെള്ളം ഒഴുകുകയാണ്. ദശരഥനോട് പറഞ്ഞു, ഹേ രാജൻ, ഒന്നുമില്ല. അല്ല, എന്തോ ഉണ്ട്, പറയൂ. ഞാൻ പറയാം. ശ്രീരാമചന്ദ്രൻ രാജാവാകുന്നു, ശരിയാണ്, എൻ്റെ മകനാണ്. പക്ഷേ രാജൻ, എൻ്റെ സ്വന്തം മകനല്ലെന്ന്. ഒരമ്മയുടെ ദുഃഖം ആര് കാണാം? സ്വന്തം മകൻ രാജാവായി കാണാനുള്ള ഒരു അമ്മയുടെ സ്വപ്നം, അത് തെറ്റെന്ന് പറയാൻ പറ്റും? ഒരു മാതൃഹൃദയത്തിൻ്റെതല്ലേ ശബ്ദം? ആ ശബ്ദം ദശരഥനെയും കുഴപ്പിക്കുന്നതായിരുന്നു. കൈകേയിയമ്മ എന്താ പറഞ്ഞു വരുന്നത്? മറ്റൊന്നുമല്ല, എൻ്റെ മകൻ, എൻ്റെ സ്വന്തം മകൻ, നമ്മുടെ മകൻ, അതിലുപരി എൻ്റെ മകൻ, എൻ്റെ സ്വന്തം മകൻ ഭരതൻ രാജാവാകും. ആ ശബ്ദത്താലും മുമ്പ് കൊടുത്ത വരത്തിന്റെ പ്രതിജ്ഞയാലും ദശരഥന് മറ്റൊന്നും പറയാൻ പറ്റില്ലായിരുന്നു. നിസ്സഹായാവസ്ഥയിൽ സമ്മതിച്ചു. ശരി, ഭരതൻ രാജാവായിക്കൊള്ളട്ടെ. എൻ്റെ ശ്രീരാമന് അത് ഉൾക്കൊള്ളാൻ സാധിക്കും. മാത്രമല്ല, ഭരതനും എൻ്റെ മകനാണല്ലോ. എന്താ വ്യത്യാസം? ആരെങ്കിലും ഒരാൾ രാജാവാകണം മക്കളിൽ. ശരി, നാട്ടുനടപ്പ് അനുസരിച്ച് മൂത്ത മകനായിരുന്നു, വേണ്ട, അന്യനായിക്കോട്ടെ. ശരി, കൈകേയിയമ്മ, നിന്റെ വാക്കുകൾ ഞാൻ സ്വീകരിച്ചു. ഭരതൻ രാജാവാകട്ടെ. ദശരഥന് അത് വളരെയധികം ദുഃഖം കൊടുത്തില്ല. പക്ഷേ രണ്ടാമത്തെ വരം, രാജൻ, അത് മാത്രം പോരാ. അങ്ങക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റുള്ള ഭാര്യമാരെന്ത് പറയും? കൗസല്യ എന്ത് ചിന്തിക്കും? പോട്ടെ, നാട്ടുകാരെന്ത് പറയും? എൻ്റെ മകന് മനസമാധാനം കിട്ടുമോ ആ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ? അതുകൊണ്ട് ഹേ രാജൻ, ഞാൻ രണ്ടാമത്തെ വരവും ഇപ്പൊ തന്നെ ചോദിക്കുന്നു. ശ്രീരാമചന്ദ്രൻ 14 വർഷം വനത്തിൽ താമസിക്കണം. ഇത് കേട്ട വഴി. ഈ ഒരു ശബ്ദം ദശരഥന്റെ കർണപുടങ്ങളിൽ പെരുമ്പറ മുഴങ്ങുന്നത് പോലെയായിരുന്നു ചെന്ന് കേട്ടത്. ആ നിമിഷം ദശരഥൻ മോഹാലസ്യപ്പെട്ടു വീണു, അബോധാവസ്ഥയിലായി. കുറെ സമയങ്ങൾ അങ്ങനെ കഴിഞ്ഞു. വീണ്ടും ഒന്നുണർന്നു. വീണ്ടും ആ ശബ്ദം ചെവികളിൽ വന്നടിക്കുകയാണ്. ശ്രീരാമചന്ദ്രൻ വനത്തിലേക്ക് പോകണം. വീണ്ടും മോഹാലസ്യം. 3 പ്രാവശ്യം അങ്ങനെ ദശരഥന് ബോധവും അബോധവും, ബോധവും അബോധവും എല്ലാം ഉണ്ടായി. അവിടെ 3ാമത്തെ പ്രാവശ്യം എഴുന്നേറ്റ് പാതി മയക്കത്തിൽ ഉണർന്നുകൊണ്ട് തന്റെ അന്തേരത്തെ ആ അവസ്ഥയെ പറ്റി ആലോചിച്ചു. എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞത്! എന്തായിരിക്കും ഇങ്ങനെ ഒരു പതനം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്? വർഷങ്ങൾ പിന്നോട്ട് പോയി. അന്ന് ദശരഥൻ രാജാവായിരുന്നില്ല. ശ്രീരാമചന്ദ്രനെ പോലെ ഒരു രാജകുമാരൻ. രാമായണം പറയുന്നത് കർമ്മവും കർമ്മഫലങ്ങളുമാണ്. ആ കർമ്മഫലത്തിലൂടെയാണ് നമ്മൾ നീങ്ങുന്നത്.
ശബ്ദങ്ങളിലൂടെയാണ് നമ്മൾ നീങ്ങുന്നത്. ആ ശബ്ദം കേട്ടുകൊണ്ടാണ്, ആ ശബ്ദം ശ്രവിച്ചുകൊണ്ടാണ്, ആ ശബ്ദം സ്വീകരിച്ചുകൊണ്ടാണ് മലയാളത്തിന്റെ, സംസ്കൃതത്തിന്റെ ആദ്യ കവി ഉണ്ടായതും. ഏതാ? ആരാ കവി? എഴുത്തച്ഛൻ. സംസ്കൃതത്തിലെ ആദ്യ കവി, ആദ്യ കാവ്യം. വരട്ടെ. മാനിഷാദ പ്രതിഷ്ഠാം ശാശ്വതീ സമാഹ. കാട്ടാളന് യത് ക്രൗഞ്ചമിഥുനാദേകം ആപതിം കാമമോഹിതം. ആരാ ചൊല്ലിയത്? രത്നാകരൻ. അപ്പോൾ ആരാ ചൊല്ലിയത്? രത്നാകരൻ അപ്പോഴേക്കും ആരായി തീർന്നു? മാനിഷാദ പ്രതിഷ്ഠാം. വാൽമീകി മഹർഷി. എങ്ങനെ വാൽമീകി മഹർഷിയായി? ഒന്നും അറിയാത്ത വിവരദോഷിയായ ഒരു കാട്ടാളൻ, അതെ, കർമ്മവും കർമ്മ ഫലങ്ങളെ പറ്റിയും, അല്ലേ? ശരിയല്ലേ? സപ്തർഷികള് വന്നു. ആ കഥ എല്ലാവർക്കും അറിയാം. നീ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം എന്താണെന്ന് നിനക്കറിയില്ല. രത്നാകരൻ അത് ആ സമയത്ത് അത് ബോധ്യപ്പെട്ട്, ചുരുക്കി പറയുകയാണ്, ബോധ്യപ്പെട്ടു. അവസാനം സപ്തർഷികളുടെ സറണ്ടർ ചെയ്യാണ്, ശരണാഗതി പ്രാപിക്കുകയാണ്, ഗുരുവായി സ്വീകരിക്കുകയാണ്. എന്താണ് ഇതിനുള്ള മുക്തി? ദയ എന്നുള്ള വാക്ക് അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഒന്നുമല്ല, നീ രാമനെ വിളിക്കുക, രാമനാമം ചെല്ലുക. ആ ശബ്ദത്താൽ രത്നാകരനും സ്വാധീനിക്കപ്പെട്ടു. രാമ രാമ രാമ. എനിക്കറിയില്ല പറയാൻ, എനിക്കതറിയില്ല പറയാൻ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരേ ഒരു കർമ്മം മാത്രമേ ചെയ്തിട്ടുള്ളൂ, എല്ലാം മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്നുള്ളത്, മറ്റുള്ളവരുടെ മനസ്സിനെ വിഷമിപ്പിക്കുക എന്നുള്ളത്. അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മര മാത്രമേ എനിക്ക് പറയാൻ അറിയുള്ളൂ. ശരി, നീ മര പറഞ്ഞോളൂ, മര മാത്രം പറഞ്ഞോളൂ. നിങ്ങൾ തിരിച്ചു വരുന്നത് വരെ മര മാത്രം പറഞ്ഞോളൂ. മര 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 രാമ 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 രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമ. അങ്ങനെ രത്നാകരൻ ആത്മീയമായ ഒരു കൺവേർഷൻ അവിടെ നടക്കുകയാണ്, ട്രാൻസ്മിഷൻ നടക്കുകയാണ്. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹത്താൽ ഏറ്റവും വലിയ ജ്ഞാനിയായി മാറുകയാണ് രത്നാകരൻ എന്ന കാട്ടാളൻ. അങ്ങനെ വാൽമീകി മഹർഷിയായി മാറി. അങ്ങനെ ആ വ്യക്തിയിൽ നിന്ന് ആദ്യമായ ദയയുടെ വാക്കുകൾ ഉണ്ടായി. 2 ക്രൗഞ്ചമിഥുനങ്ങൾ. അപ്പം മുക്തിയും കർമ്മഫലത്തിന്റെ പാപഫലങ്ങളിൽ നിന്ന് മുക്തി കിട്ടണമെന്നുണ്ടെങ്കിലും ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ മൂഢമതേ. എന്താ? സംപ്രാപ്തേ സന്നിഹിതേ കാലേ നഹി നഹി രക്ഷതി ദുഃഖിൻ കരണേ. ശരിയല്ലേ? നഹി നഹി രക്ഷതി. ശങ്കരാചാര്യർ പോലും അവസാനം പറഞ്ഞിട്ട് പോയി, ഒരു ഉപായമില്ല. നഹി നഹി രക്ഷതി. മുകുന്ദനെ വിളിക്കാതെ മറ്റൊരു ഉപായമില്ല. അതല്ലേ മഹാപ്രഭു വീണ്ടും നമ്മളോട് പറഞ്ഞത്? ഹരീർനാമ ഹരീർനാമ ഹരീർനാമൈവ കേവലം കലവു നാസ്തൈവ നാസ്തൈവ ഗതിരന്യത. എപ്പോഴാണ് നമ്മുടെ കർമ്മത്തിന്റെ ഫലം അത് വിപരീതമാണെങ്കിലും അനുകൂലമാണെങ്കിലും പ്രതിഫലിക്കുന്ന അറിയില്ല. ദശരഥൻ വർഷങ്ങൾക്കും പിന്നിലേക്ക് പോയി. ദശരഥൻ കോമളനായ ഒരു യുവകുമാരൻ മാത്രമല്ല, ശ്രീരാമചന്ദ്ര പ്രഭുവിനെ പോലെ, മകനെ പോലെ തന്നെ അച്ഛൻ ആയോധനാകലയിൽ വളരെ സൂപ്പർ ഡ്യൂപ്പർ സ്കില്ലുള്ള ആളായിരുന്നു. നല്ലൊരു വാരിയറായിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, എവിടെ നിന്നാണോ ശബ്ദം കേൾക്കുന്നത്, ആ ശബ്ദത്തിന്റെ ഉടമ ആരാണോ അവരിലേക്ക് ആ വ്യക്തിയെ കാണാതെ അമ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ വനത്തിലൂടെ പോകുന്ന സമയത്ത് ഒരു കുട്ടിയാന വെള്ളം കുടിക്കുന്ന ശബ്ദം കേൾക്കുന്നു. അദ്ദേഹത്തിന് ഒരു കൗതുകമായി, എൻ്റെ ആ ആയോധനാകല, എൻ്റെ ആ സ്കിൽനെസ് ഇന്ന് ഇവിടെ ആയിക്കൊള്ളട്ടെ,
ആ കുട്ടിയാനയുടെ മസ്തകത്തിൽ തന്നെ എന്റെ അമ്പ് ഒന്ന് വിടാം. അമ്പ് വിട്ടു. അദ്ദേഹം പ്രതീക്ഷിച്ച ശബ്ദമല്ല ദശരഥൻ കേൾക്കുന്നത്. കുട്ടിയാനയുടെ ശബ്ദമാണ് കരച്ചിലാണ് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ കർണപുടങ്ങളിൽ വന്നടിച്ച ശബ്ദം ഒരു പുരുഷന്റേതായി. ഒരു പുരുഷൻ കരച്ചിലായിരുന്നു കേട്ടത്. അദ്ദേഹത്തിന് ആകാംക്ഷയായി. അദ്ദേഹം ഓടി ആ ശബ്ദത്തിന്റെ ഉടമയുടെ അടുത്തേക്ക് ചെന്നു. ആ നദിക്കരയിൽ തന്റെ അമ്പേറ്റ് തന്നെ പോലെ ഒരുപക്ഷെ തന്നേക്കാൾ ചെറുപ്പമായ ഒരു കുമാരൻ പിടഞ്ഞു വീണ് കിടക്കുന്നു, വേദനയെടുത്ത് പുളയുന്നു. അദ്ദേഹം ഒരു നിമിഷത്തേക്ക് സ്തബ്ധനായിപ്പോയി. ഒരബദ്ധം, ഒരു കൈയബദ്ധം. കുമാരന്റെ അടുത്ത് ചെല്ലുന്നു. കുമാര, അറിയാതെ ചെയ്തു പോയത്. ആ വേദനയിലും ആ കുമാരൻ പറഞ്ഞു, ഞാൻ ആരെ കുറ്റപ്പെടുത്താൻ? ഇത് എന്റെ കർമ്മദോഷം, എന്റെ കർമ്മയോഗമാണ്. പക്ഷേ ഹേ രാജൻ, എനിക്ക് ഒരേ ഒരു വിഷമമേ ഉള്ളൂ. ഞാൻ ശ്രവണകുമാരൻ. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വൃദ്ധരാണ്, മാത്രമല്ല അന്ധരുമാണ്. എന്നെ ആശ്രയിച്ചാണ് അവർ കഴിയുന്നത്. അവർക്ക് വേണ്ടി കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ കുടുവുമായി ഇവിടെ വന്നത്. അവർക്കിനി ഞാനില്ല. അവരെന്നെ കാത്തിരിക്കുകയാണ്. എനിക്ക് വേണ്ടിയിട്ട് ഒരു ഉപകാരം ചെയ്യണം. ഈ കുടത്തിലെ വെള്ളവുമായിട്ട് അവരുടെ അടുത്ത് ചെല്ലണം. ചെന്നിട്ട് ഒരു കാര്യം കൂടെ പറയണം. ഇനി മുതൽ അവർക്ക് വെള്ളം കൊടുക്കാൻ, ഒരു നേരത്തെ ആഹാരം കൊടുക്കാൻ അവരുടെ മകൻ ഈ ശ്രവണകുമാരൻ ഉണ്ടാകില്ല എന്ന് പറയുക. ദശരഥൻ വളരെ വിഷമത്തോടെ ആ കുടത്തിലെ വെള്ളവുമായിട്ട് ആ വൃദ്ധ ദമ്പതികളുടെ അടുത്തെത്തി. ആ പാദശബ്ദം കേട്ടുകൊണ്ട് അവര് ചോദിച്ചു, കുമാര, ശ്രവണ, എന്തേ വൈകിയത്? ഞങ്ങൾ ഒരുപാട് വിഷമിച്ചു പോയി, ദാഹിച്ചു, അത് പോട്ടെ. പക്ഷേ വല്ല കാട്ടു മൃഗങ്ങളും നിന്നെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്നുള്ള വിഷമമായിരുന്നു. ഏതായാലും നീ വന്നില്ലേ. അവരുടെ കൈകൾ നീണ്ടു, പരതി, കുമാര, നീ എവിടെയാണ്? അപ്പോൾ ഒരു ശബ്ദം കേട്ടു, ഹേ വൃദ്ധ ദമ്പതികളെ, ഈ നിൽക്കുന്നത് നിങ്ങളുടെ മകനല്ല. അവിടെ എല്ലാ കാര്യങ്ങളും അവിടെ ബോധിപ്പിച്ചു. ക്ഷമിക്കണം എന്നൊരു വാക്കുകൂടി പറഞ്ഞു. ക്ഷമിക്കണം. അവര് ദുഃഖിതരായി സങ്കടത്തോടെ പറഞ്ഞു, ഹേ രാജൻ, അങ്ങ് സത്യം പറഞ്ഞത് കൊണ്ട് അങ്ങേ ശപിക്കുന്നില്ല. പക്ഷെ ഒരു ഉപകാരം ചെയ്തു തരണം. അവസാനമായിട്ട് ഞങ്ങളുടെ കുമാരനെ, ഞങ്ങളുടെ മകനെ ഒന്ന് സ്പർശിക്കണം. കാണാനോ പറ്റില്ല. അങ്ങനെ ആ വൃദ്ധ ദമ്പതികളെ ദശരഥൻ കൊണ്ടുപോവുകയാണ് ആ നദിയുടെ അടുത്തേക്ക്. ശ്രവണകുമാരൻ വേദനയെടുത്ത് പുളഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കരച്ചിൽ ഈ വൃദ്ധ ദമ്പതികളുടെ അച്ഛനും പ്രായമായ അന്ധയ അച്ഛന്റെയും അമ്മയുടെയും കർണപുടങ്ങളിൽ ചെന്നടിച്ചു. അവരും കരഞ്ഞു. ദശരഥനോട് പറഞ്ഞു, ദശരഥ, ഒരു ഉപകാരം ചെയ്യൂ. ഞങ്ങളുടെ മടിയിലേക്ക് അവസാനമായി അവനെ സ്പർശിക്കാൻ ഒന്ന് വെച്ചു തരും. അങ്ങനെ ആ കുമാരനെ എടുത്ത് ദശരഥൻ ആ വൃദ്ധ ദമ്പതികളുടെ മടിയിൽ വെച്ചു. ആ ചുക്കിച്ചുളിഞ്ഞ കൈകൾ ആ ശരീരത്തിലൂടെ പരതി. അവരുടെ കൈകൾ നനഞ്ഞതായിട്ട് അവർ തിരിച്ചറിഞ്ഞു. രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ കൈകൾ നനഞ്ഞതും അത് തന്റെ മകന്റെ രക്തമാണ് എന്ന് തിരിച്ചറിഞ്ഞു. അവർ പൊട്ടിക്കരഞ്ഞു. ആ കരച്ചിലിൽ ദശരഥനോട് ഒരു വാക്ക് പറഞ്ഞു, ദശരഥ, സ്വന്തം മകനെ നഷ്ടപ്പെടുന്ന ഒരു അച്ഛന്റെയും അമ്മയുടെയും വേദന അത് പറഞ്ഞാൽ അറിയില്ല.
അത് പറഞ്ഞാൽ അറിയില്ല. ഒരച്ഛനുണ്ടാകുന്ന ദുഃഖം, ഒരമ്മയ്ക്കുണ്ടാകുന്ന ദുഃഖം അത് പറഞ്ഞാൽ അറിയില്ല. അതുകൊണ്ട് ദശരഥ അത് സ്വന്തം അനുഭവത്തിലൂടെ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ദശരഥ അങ്ങും പുത്രവിയോഗത്തിന്റെ ദുഃഖം ഒരിക്കൽ അറിയും. ആ കിടപ്പിൽ ദശരഥൻ എല്ലാം ഓർമ്മിച്ചു. നോക്കൂ, കാലങ്ങൾ കഴിഞ്ഞു. ദശരഥൻ ഈ സംഭവങ്ങളെല്ലാം മറന്നു. ദശരഥൻ രാജാവായി, ഭാര്യമാരായി, മക്കളായി. മക്കൾ വളർന്നു, മൂത്ത കുട്ടി വളർന്നു, ശ്രീരാമചന്ദ്രനായി, രാജാവാകാൻ യോഗ്യനായി. ആ കർമ്മവും അതോടെ വളർന്നു വന്നു. ആ കർമ്മത്തിന്റെ, ആ വിതച്ച കർമ്മത്തിന്റെ വിത്തും അതുപോലെ പുഷ്പിച്ചു വളർന്നുകൊണ്ടേ വന്നു. അവസാനം പുഷ്പിച്ചു. ആ പുഷ്പം മന്ധരയുടെ കൈകളിലൂടെ ദശരഥനെത്തി. എന്തുകൊണ്ട് മന്ധരയെ തെരഞ്ഞെടുത്തു? എന്തുകൊണ്ട് മന്ധരയെ തെരഞ്ഞെടുത്തു? എന്തുകൊണ്ടാണ് മന്ധരയെ തെരഞ്ഞെടുത്തത്? ഹരേ കൃഷ്ണ. എല്ലാവരും കേൾക്കുന്നുണ്ടോ? ബോറടിച്ചോ എല്ലാവരും? എന്തുകൊണ്ട് മന്ധരയെ തെരഞ്ഞെടുത്തു? മന്ധര കൂനിയായ ഒരു സ്ത്രീ, അയോധ്യയിലെ ആ കൊട്ടാരത്തിലെ ഒരു പരിചാരിക. കൊച്ചുനാളിലെ ആ വിശ്വസ്തയായ തോഴിയായിട്ടാണ് കൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആ തോഴി പറയുന്നത് എന്തും റാണി കേൾക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്നാൽ വരികയാണ് അതും ഒരു കർമ്മം, അതും ഒരു കർമ്മ നിയോഗം. മന്ധര കർമ്മ നിയോഗിയായി. ശ്രീരാമചന്ദ്രൻ കുട്ടിക്കാലം മുതലേ ഈ മന്ധര എന്ന സ്ത്രീയെ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും വെറുതെ ഒരു തമാശ, കൂനി കൂനി, മന്ധരയെ നല്ല വിളിച്ചിരുന്നത് കൂനി. ആ വാക്കുകൾ, ആ ശബ്ദം മന്ധരയുടെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിച്ചു. പക്ഷേ അബലയായ, നിസ്സഹായായ ആ സ്ത്രീ ഒന്നും തിരിച്ചു പറഞ്ഞില്ല. പക്ഷെ ആ ദുഃഖം ഉള്ളിൽ ഒതുക്കി. ഇന്ന് ശ്രീരാമചന്ദ്രൻ രാജാവായി മാറുമ്പോൾ ആ ദുഃഖം അസൂയയായിട്ട് മാറി. മന്ധര തന്നോട് തന്നെ പറഞ്ഞു, ശ്രീരാമചന്ദ്ര, ഒരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല അങ്ങ് രാജാവാകാൻ. എന്നെ എത്രയോ സമയം, എത്രയോ പ്രാവശ്യം എന്റെ ഹൃദയത്തെ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്റെ കൂനിനെ കളിയാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്ര, അങ്ങയെ ഒരിക്കലും ഞാൻ രാജാവാക്കാൻ അനുവദിക്കില്ല. അങ്ങനെ ഒരു പ്രതിജ്ഞയോടെയാണ് മന്ധര കൈകേയിയെ സമീപിച്ചത്. കർമ്മം, കർമ്മഫലം. രാമായണം പോകുന്നത് കർമ്മവും കർമ്മഫലവും മുക്തിയുമാണ്. ഇതെല്ലാം ഭഗവാന്റെ ലീലകളാണ് അൾട്ടിമേറ്റ് ആയിട്ട്. പക്ഷേ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഒരു മനസ്സിനെ വേദനിപ്പിക്കാൻ പാടില്ല. അതിനെയാണ് ഹിംസ എന്ന് പറയുന്നത്. മറ്റൊരു ജീവിയെ ഉപദ്രവിക്കാൻ പാടില്ല. രാമായണം വായിക്കുമ്പോൾ അവിടെ ആദ്യം തരുന്നത് മാനുഷ, മറ്റൊന്നിനെ ഉപദ്രവിക്കരുത് എന്നുള്ളതാണ്, മറ്റൊരു ജീവിയെ ഉപദ്രവിക്കരുത് എന്നുള്ളതാണ്. രാമായണ മാസത്തിൽ മാത്രമല്ല വ്രതം എടുക്കേണ്ടത്. നമുക്കൊരു ജീവിയെയും കൊല്ലാനുള്ള അധികാരമേ തന്നിട്ടില്ല. നമ്മളൊരു ജീവിയെ വേദനിപ്പിച്ചിട്ട് ഭഗവാന്റെ അടുത്ത് പോയി തൊഴുതു കഴിഞ്ഞാൽ എന്തർത്ഥമാണുള്ളത്? എന്തർത്ഥമാണുള്ളത്? ചിന്തിക്കണം നമ്മൾ. മറ്റൊരു ജീവിയെ നോവിപ്പിച്ചിട്ട് അതിനും വേദന ഉണ്ടാകില്ലേ? ആ വേദനയെ നോവിപ്പിച്ചിട്ട് എന്റെ വേദന മാറ്റണം എന്ന് ഭഗവാന്റെ അടുത്ത് പോയി പറയാനുള്ള റൈറ്റ് നമുക്കുണ്ടോ? ചിന്തിക്കണം നമ്മൾ. ഒരു ജീവിയെയും ഉപദ്രവിക്കാനുള്ള അവകാശം നമുക്കില്ല. അങ്ങനെ ഉപദ്രവിക്കുന്നിടത്തോളം കാലം ഭഗവാന്റെ അടുത്ത് നമുക്ക് കരുണ തരണമേ, നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കണമേ എന്ന് പറയാനുള്ള അധികാരവും നമുക്കില്ല. ചിന്തിക്കണം നമ്മൾ. അങ്ങനെ രാമായണം
കർമ്മഫലത്തിലൂടെ യാത്ര ചെയ്ത് ദശരഥനിലൂടെ രാമായണം തുടങ്ങി. ദശരഥനിലൂടെയാണ് രാമായണം തുടങ്ങുന്നത്. അതും തുടങ്ങുന്നത് ശബ്ദത്തിലൂടെയാണ്. ശബ്ദബ്രഹ്മം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അങ്ങനെ ശ്രീരാമചന്ദ്ര പ്രഭു ഈ അയോധ്യയിൽ ത്രേതായുഗത്തിൽ വരുമ്പോൾ അതിന് മറ്റൊരു രംഗവും സാക്ഷ്യം വഹിച്ചു. 10 അവതാരങ്ങളിൽ വളരെ ശ്രേഷ്ഠമായി ഉള്ള അവതാരമാണ് തവകര കമല വരേനകം അത്ഭുത ശൃംഗം അളിത ഹിരണ്യകശിപൂർ ധനുഹൃംഗം കേശവധൃത നരഹരി രൂപ ജയ ജഗദീശ ഹരേ, ജയ ജഗദീശ ഹരേ. ഒരു ഭക്തന് വേണ്ടിയിട്ടാണ് ആ ഒരു അവതാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ശ്രേഷ്ഠമായ നരസിംഹ അവതാരം ഉണ്ടെങ്കിൽ, ഇവിടെ ദ്വാപര യുഗത്തിന് പകരം ത്രേതായുഗം രണ്ടാമത് വന്നതും ഒരു ഭക്തയെ കൊണ്ടാണ്. ഏതാ ഭക്ത? അഹല്യ. ശ്രീരാമചന്ദ്ര പ്രഭു ഈ അയോധ്യയിൽ നമുക്കായി നമ്മുടെ മുന്നിൽ അവതരിച്ചതും ആദ്യത്തെ കർമ്മം ശ്രീരാമചന്ദ്ര പ്രഭു ചെയ്തതും അഹല്യ മോക്ഷമാണ്. അല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? ആണോ അല്ലേ? അതെ. ആ അഹല്യ മോക്ഷം കൊടുക്കുക എന്നുള്ള നിയോഗമാണ് ആദ്യം ചെയ്തത്. കാര്യം അല്ലെങ്കിൽ ആ യുഗത്തിന് പ്രസക്തിയില്ല. ദ്വാപരയുഗം വരേണ്ടിടത്ത് അഹല്യ എന്ന ഭക്തിക്ക് വേണ്ടിയിട്ട് ത്രേതായുഗത്തെ ഭഗവാൻ കൊണ്ടു നിർത്തി, സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത് രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം. അഹല്യ മറ്റു ശ്രേഷ്ഠയായ ഒരു സ്ത്രീ. അഹല്യയുടെ ഭർത്താവ് പേരെന്താ? ജമദഗ്ന മഹർഷി അല്ലേ? ആണോ? ഓർമ്മ വരുന്നില്ല. ആണോ? പിന്നെ വസിഷ്ഠ മഹർഷി. ഗൗതമ മഹർഷി. കറക്റ്റ്. ഗൗതമ മഹർഷി. താങ്ക് യു. ഗൗതമ മഹർഷി. ചില സമയത്തുണ്ടല്ലോ എല്ലാം ഓവർലാപ്പായിരുന്നു. ഗൗതമ മഹർഷി ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് സ്നാനം ചെയ്യാൻ പോയി. അവിടെ മറ്റൊരാൾ പ്രത്യക്ഷപ്പെട്ടു. അതേസമയം ഗൗതമ മഹർഷിയുടെ ഒരു ഫാൻസി ഡ്രസ് അവിടെ ഇറങ്ങിയേറുകയാണ്. ഗൗതമ മഹർഷിയായിട്ട് മറ്റൊരാൾ അവിടെ വന്നു. ആരാ വന്നത്? ഇന്ദ്രൻ അവിടെ വന്നു. ഇന്ദ്രൻ വളരെ കാലമായിട്ട് അഹല്യ മോഹിച്ചിരിക്കുകയാണ്. അതീവ സുന്ദരിയാണ്, പക്ഷെ മുനിപത്നിയാണ്. ആ ആഗ്രഹം അടക്കാൻ വയ്യാതെ നിർണായകമായ തീരുമാനമെടുക്കുകയാണ് ഇന്ദ്രൻ, ഗൗതമ മഹർഷി ആവുക. അങ്ങനെ ബ്രഹ്മമുഹൂർത്തത്തിൽ ഗൗതമ മഹർഷി അവിടെ വീണ്ടും വന്നു, തിരിച്ചെത്തി, ആശ്രമത്തിൽ തിരിച്ചെത്തി. അങ്ങെന്താ കുളിക്കാൻ പോയതല്ലേ? എന്താ പെട്ടെന്ന് തിരിച്ചു വന്നത്? നീ വാ, പിന്നെ കാര്യങ്ങളൊക്കെ പിന്നെ പറയാം, നീ വാ. അങ്ങനെ ഒരുമിച്ച് അവിടെ ശയിച്ചു. ഗൗതമ മഹർഷി കുളിക്കാൻ. ഇത് യഥാർത്ഥമായ ഗൗതമ മഹർഷി ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണുകയും അദ്ദേഹം സ്നാനം ചെയ്ത് തിരിച്ചു വന്നു. അഹല്യ പെട്ടെന്ന്, എന്തേ പെട്ടെന്ന് വന്നത്? ഇപ്പോഴങ്ങോട്ട് പോയതല്ലേ, ഇത്ര പെട്ടെന്ന് കുളിച്ചു? അഹല്യ, നീ എന്നെ മനസ്സിലാക്കിയില്ലേ ഇത്രയും നാള്? അപ്പോഴാണ് അഹല്യ, തൊട്ട് മുമ്പ് വന്നത് ഞാനല്ല, ഇന്ദ്രനായിരുന്നു. എല്ലാം ഞാൻ കണ്ടു, നീ കൂടുതലൊന്നും പറയണ്ട. അഹല്യ
പൊട്ടിക്കരഞ്ഞുപോയി. തന്റെ അബദ്ധം കാലിൽ വീണ് കരഞ്ഞു. ക്ഷമിക്കണം എന്നോട്, അങ്ങാണെന്ന് ഞാൻ വിചാരിച്ചു പോയി. അഹല്യ, നീ എന്റെ ഭാര്യയല്ലേ? നിനക്ക് ഇത്രയും നാൾ എന്നെ മനസ്സിലാക്കാൻ സാധിച്ചില്ലേ? അതും ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ. നിനക്ക് എന്റെ ശബ്ദമോ തിരിച്ചറിയണ്ട, എന്റെ രൂപമോ തിരിച്ചറിയണ്ട, പക്ഷേ എന്റെ പ്രവർത്തികൾ. ഞാൻ നിന്റെ ഭർത്താവല്ലേ? ഇത്ര വർഷം നമ്മൾ ഒരുമിച്ച് താമസിച്ചു. ഒരു ഭർത്താവിനെ പൂർണ്ണമായി അറിയേണ്ട ഒരു കടമ ഒരു ഭാര്യയ്ക്കില്ലേ അഹല്യ? ഈ ബ്രഹ്മമുഹൂർത്തത്തിൽ ഇങ്ങനെ ഒരു ആവശ്യവുമായി ഞാൻ വരുമോ? ഒരു നിമിഷം അഹല്യ അന്താളിച്ചു. ശരിയാണ്, ശരിയാണ് അഹല്യ. അതിനർത്ഥം നീയും മോഹിച്ചുപോയി, നീയും മോഹിച്ചുപോയി. ഇനി ഇങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ ഒരു സ്വഭാവത്തോടെ, ഇങ്ങനെ ഒരു അശുദ്ധിയോടെ ജീവിച്ചിരുന്നിട്ട് കാര്യമേ ഇല്ല. നീ ആൾറെഡി കണ്ടമിനേറ്റഡ് ആയിപ്പോയി അഹല്യ. അതുകൊണ്ട് ഇനി നിനക്ക് അടുത്ത ജന്മമാണ് വേണ്ടത്. ഈ ജന്മം ഇതോടുകൂടി തീരുക, നീ ഒരു ശിലയായി മാറട്ടെ എന്ന് പറഞ്ഞു. തന്റെ അബദ്ധം അവർ വീണ്ടും പറഞ്ഞുകൊണ്ട് ക്ഷമ ചോദിച്ചു. ഗൗതമ മഹർഷി പറഞ്ഞു, ശരിയാണ്, അബദ്ധം പറ്റിയതാണ്, പക്ഷേ കണ്ടമിനേറ്റഡ് ആയിപ്പോയി. മുക്തി തരാൻ ഒരു ഉപായവും ഞാൻ പറഞ്ഞു തരാം. ധ്യാനം മാത്രമേ ഉള്ളൂ, പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. സാക്ഷാൽ ശ്രീരാമചന്ദ്രനെ അഭയം പ്രാപിക്കുക, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആ പ്രാർത്ഥനയാണ് ശ്രീരാമചന്ദ്രൻ കേൾക്കുന്നതും. നോക്കണം, ഭാര്യ ഭർത്ത ഒരു കുടുംബത്തിന്റെ ബന്ധങ്ങളിലൂടെയാണ് രാമായണം പോകുന്നത്. ഒരു കുടുംബത്തിന്റെ ബന്ധങ്ങളിലൂടെയാണ് അച്ഛനും മകനും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ ഒരു ബന്ധം എങ്ങനെയായിരിക്കണം, ധർമ്മം എങ്ങനെയായിരിക്കണം എന്നുള്ള സാഹചര്യങ്ങളിലൂടെയാണ് രാമായണം പോകുന്നത്. അങ്ങനെ ആ പ്രാർത്ഥനകളിലൂടെ കഴിഞ്ഞപ്പോൾ, ഹേ കൃഷ്ണ കരുണാ സിന്ധു ദീനബന്ധു ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. കരുണാനിധിയായ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തീരുമാനിച്ചു, ത്രേതായുഗം എന്ന് പറയുന്നത് ഇനിയും വർഷങ്ങളുണ്ട്. അതുവരെ എന്റെ ഭക്ത ഇങ്ങനെ ശരിയായി ഇരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ദ്വാപരയുഗത്തെ മാറ്റുകയാണ്. ഗൗതമ മഹർഷിയുടെ വാക്ക് ഞാനും സ്വീകരിക്കാം. നാരദ മഹർഷിയുടെ വാക്ക് എങ്ങനെ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാൻ കേട്ട് നളകുബേരന്മാർക്ക് മോക്ഷം കൊടുക്കുവാൻ വന്നുവോ, അതുപോലെ ഇവിടെ അഹല്യയ്ക്ക് മോക്ഷം കൊടുക്കാൻ സാക്ഷാത് ശ്രീരാമചന്ദ്ര പ്രഭു ത്രേതായുഗത്തിൽ അവതരിച്ചു കഴിഞ്ഞു. ഇത് വായിക്കുന്നതും കേൾക്കുന്നതുമായ നമുക്കും ഈ ജീവിതത്തിൽ എല്ലാ പാപങ്ങളിൽ നിന്നുള്ള മുക്തി ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളും എത്രയോ ഭാഗ്യവാന്മാർ. ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലുമെല്ലാം നടന്ന സംഭവങ്ങൾ നമ്മൾ ഈ വളരെ ശുഭകരമായ മുഹൂർത്തത്തിൽ സത്സംഗങ്ങളുടെ ഇടയിൽ, ഭക്തജനങ്ങളുടെ ഇടയിൽ സംസാരിക്കാനും കേൾക്കാനും സാധിക്കുന്നല്ലോ. അത് ഏറ്റവും വലിയ മഹാഭാഗ്യം. രഥോത്സവത്തെ പറ്റി, ജഗന്നാഥനെ പറ്റി, സുഭദ്രാമയെ പറ്റി നമുക്ക് കേൾക്കാൻ സാധിക്കുന്നല്ലോ. അത് വളരെ ശ്രേഷ്ഠമാണ്, നിസാരമല്ല കാര്യം. വാഞ്ചാകൽപതരൂഭ്യച്ച കൃപാ സിന്ധുഭ്യേവച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. 5 മിനിറ്റ് ഉണ്ട്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാം. ഒബ്ജക്ഷൻ യുവർ ഓണർ ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഇത് ശരിക്കും കർമ്മഫലം അനുഭവിക്കുന്നല്ലേ? തീർച്ചയായിട്ടും കർമ്മവും കർമ്മഫലവും അതിൽ നിന്നുള്ള മുക്തിയെ പറ്റി മാത്രമാണ് പറയുന്നത്. അവിടെ കലിയുടെയായിട്ടുള്ള ഒരു പ്രഭാവം വരുന്നില്ല അല്ലേ? കലിയുടെ പ്രഭാവം തന്നെയാണല്ലേ വന്നത്, കന്മഷം. അപ്പൊ ഈ 3 സത്യയുഗം ഒഴിച്ച് ബാക്കി എല്ലാ യുഗത്തിലും കലിയുടെ പ്രഭാവം ഉണ്ടായിരുന്നു. പക്ഷെ കലിയുടെ ഒരു പ്രഭാവം എന്ന് ഇതെല്ലാം ഒരു മായയല്ലേ. കലിയെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയുന്നില്ലെങ്കിലും ഇതെല്ലാം ഒരു മായയല്ലേ. അവിടെ അധർമ്മം വന്നില്ലേ? അപ്പൊ അഹല്യെ സംബന്ധിച്ചിടത്തോളം ഒരു അധർമ്മം വന്നില്ലേ അവിടെ? അതെ വന്നില്ലേ? ഒരു മായയല്ലേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, അവിടെ ഇന്ദ്രൻ അദ്ദേഹം ശപിക്കുകയോ അല്ലെങ്കിൽ ഒരു ശിക്ഷ കൊടുക്കുകയോ ചെയ്തല്ലോ. അത് ഞാൻ ആലോചിക്കുന്നുണ്ട്.
ഇന്ദ്രൻ അവിടെ ശിക്ഷ വന്നിട്ടുണ്ട്. ഇന്ദ്രൻ ഒരുപാട് ശിക്ഷകളിലൂടെയാ പോയിട്ടുള്ളത്. അതിന്റെ ചരിത്രം കുറെ പറയണം. ഇന്ദ്രൻ എത്ര പ്രാവശ്യം പിന്നെ വന്നും പോയിക്കൊണ്ടും വന്നും പോയി. അതുകൊണ്ടല്ലേ ഇന്ദ്രൻ എപ്പോഴും ഭയമുള്ളത്. അങ്ങനെ ഇന്ദ്രൻ വീണ്ടും ഒരു സമയത്ത് ശാപം വന്നിട്ടല്ലേ പന്നിയായിട്ട് ഭൂമിയിലേക്ക് വരുന്നത്, അല്ലേ? ആണോ അല്ലേ? ആണോ അല്ലേ? ഇന്ദ്രൻ ഒരുപാട് ശിക്ഷകൾ വന്നിട്ടുണ്ട്. കൃഷ്ണ പ്രഭു, ഇതിനകത്ത് വന്നതല്ലേ കോഴിയായിട്ട് ദേവേന്ദ്രന് ശാപം കിട്ടുന്നത്? അത്ര വ്യക്തമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഹരേ കൃഷ്ണ പ്രഭു, ഞാനൊരു മറ്റൊരു സംശയം ചോദിച്ചോട്ടെ? ഹരേ കൃഷ്ണ പ്രഭു, ഞാൻ ചോദിക്കുന്നത്, നമ്മള് മര്യാദ പുരുഷോത്തമൻ എന്ന പേരിലാണല്ലോ ശ്രീരാമചന്ദ്രനെ അറിയപ്പെടുന്നത് തന്നെ. അപ്പൊ അദ്ദേഹം പിന്നെ മന്ധരനെ കളിയാക്കി എന്ന് പറയുന്നതിനൊരു കാര്യം, അങ്ങനെ അദ്ദേഹം വേറെ ആര് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്കത് മനസ്സിലാവും. മറ്റൊരാളുടെ വേദന മനസ്സിലാക്കുന്ന ശ്രീരാമചന്ദ്രൻ മന്ധരയെ കൂനി എന്ന് വിളിച്ചു, അത് ഒരു തവണയല്ല പല തവണ വിളിച്ചു എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഉൾക്കൊള്ളാനൊരു ബുദ്ധിമുട്ടില്ലേ? അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു ലീലയാണ്, ഇതെല്ലാം ഒരു നിയോഗമാണ്, ഇതെല്ലാം ഒരു നിയോഗമാണ്. ഹരേ കൃഷ്ണ, ഞാൻ ചോദിക്കാൻ വെച്ചിരുന്ന ചോദ്യ മാതാജി ചോദിച്ചേ. പ്രഭു, അത് ഭഗവാൻ ഇങ്ങനെ ഒരു കർമ്മം നടക്കാൻ വേണ്ടി ആയിരിക്കും അങ്ങനെ വിളിച്ചതല്ലേ, അല്ലാതെ ഭഗവാൻ അങ്ങനെ വിളിച്ചല്ലോ. ശ്രീരാമചന്ദ്രൻ രാജാവായി പോകുമ്പോൾ നാരദ മഹർഷി വരെ അവിടെ ഇടപെടുന്നുണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നടക്കില്ല എന്നുള്ളത് കാര്യങ്ങൾ. എന്ന് മാത്രമല്ല, ശ്രീരാമചന്ദ്ര പ്രഭു രാജാവായതിനു ശേഷവും രാവണ നിഗ്രഹത്തിനെ ഒഴിക്കുമ്പോൾ വീണ്ടും അവിടെ നാരദ മഹർഷി ഇടപെടുന്നുണ്ട്. കാര്യം, ഇതെല്ലാം ഒരു ഭഗവാന്റെ ലീലകളാണ്. ഈ ലീലകളെല്ലാം നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടും ഭഗവാനെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടുമാണ്. കൃഷ്ണ പ്രഭു, എല്ലാ നെഗറ്റീവുകളും പോസിറ്റീവുകളും സംഭവിക്കുന്നതും ഭഗവാന്റെ നിയോഗമാണല്ലേ? ഹരേ കൃഷ്ണ. എല്ലാ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണോ സംസാരിച്ചത്? അല്ല, അത് അങ്ങനെ ആ രാമായണം കാണിക്കുന്നതല്ലേ പ്രഭു? അതല്ലേ? കൃഷ്ണ, ഭൗതികമായിട്ട് യാതൊരു തരത്തിലും അതിനെ ബന്ധപ്പെടുത്തരുത്. നേരത്തെ പറഞ്ഞതുപോലെ ധർമ്മം എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, എല്ലാ കർമ്മത്തിനും അതിനൊരു ഫലം ഉണ്ട് എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുമാണ് മര്യാദ പുരുഷോത്തമനായ ശ്രീരാമചന്ദ്ര പ്രഭു അവതരിച്ചത്. ഭഗവാനെ ഒരു കുറ്റം പറയുമ്പോ നമുക്കൊരു വിഷം. ഹരേ കൃഷ്ണ, ഭഗവാൻ അങ്ങനെ വിളിച്ചു എന്ന് പറയുമ്പോ ഭഗവാൻ ആര് കുറ്റം പറഞ്ഞു? ഭഗവാൻ ആര് കുറ്റം പറഞ്ഞു? അതല്ല, കൃഷ്ണ എങ്ങനെ വിളിച്ചു എന്ന് കേൾക്കണേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. വിളിച്ചില്ലാതെ രാമായണം ഉണ്ടാവത്തില്ലല്ലോ. അതെ, വിളിച്ചുകൊണ്ടല്ലേ രാമായണം. അതെനിക്ക് മനസ്സിലായി. അതെല്ലാം ഭഗവാന്റെ നിയോഗമാണ്. അതെ അതെ അതെ. ഹരേ കൃഷ്ണ മാതാജി, അത് ഭഗവാൻ നമ്മളോട് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഭഗവാൻ സ്വയം ഭഗവാൻ ആ കർമ്മത്തിന് ഫലം അനുഭവിക്കേണ്ടി വന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കഥകൾ, അവധി പറഞ്ഞതുപോലെ ഇങ്ങനെയുള്ള കഥകൾ നമ്മൾ വായിച്ചത് കൊണ്ടാണ് നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനോ പാടില്ല എന്ന് പഠിച്ചത്, അത് പഠിപ്പിച്ചു തന്നത്. മറ്റൊരാളെ കുറ്റപ്പെടുത്താനുള്ള, മറ്റൊരാളെ കളിയാക്കാനോ ഉള്ള ഒരു അവകാശം നമുക്കില്ല. അത് തമാശയ്ക്ക് പോലും, ഒരു കോമഡി പോലും ജയസാക്ഷിദാസ് പ്രഭു പറയാറുണ്ട്, മറ്റുള്ള ഒരാളിനെ അപകീർത്തിപ്പെടുത്താതെ ഒരു തമാശ, മറ്റുള്ളവർ ചിരിക്കത്തക്ക രീതിയിൽ തമാശ പറയുക. ചോദിച്ചിട്ടുണ്ടോ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹരേ കൃഷ്ണ. അതിന്റെ അർത്ഥം, തമാശയ്ക്ക് പോലും മറ്റൊരാളെ അപകീർത്തിപ്പെടുത്താനോ മറ്റൊരാളുടെ മനസ്സിനെ വിഷമിപ്പിക്കാനോ പാടില്ല. അതാണ് രാമായണം തരുന്ന സന്ദേശം. മനസ്സിലായില്ലേ? എല്ലാത്തിനും ഒരു കർമ്മഫലമുണ്ട്. ശരിയല്ലേ? ആണോ അല്ലേ? ഉണ്ട് പ്രഭു, ഉണ്ട്. ഇത്രയുണ്ട്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മറ്റെന്തെങ്കിലും? തൃപ്തിയായോ? ഹരേ കൃഷ്ണ. രാമായണ മാസം ആയില്ല. ഇതാ രാമായണ മാസം നമ്മുടെ ഗ്രൂപ്പിനായിരിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ. പിന്നെ
നമ്മുടെ ഒരു ഇതുള്ളത്, നമ്മുടെ സൺഡേ പ്രോഗ്രാമിന് വരുന്ന ഡിവോട്ടീസ് ഭഗവത്ഗീത കൊണ്ടുവരിക. നോൺ സ്റ്റോപ്പ് ആയിട്ട് ഭഗവത്ഗീത അവതാരിക തൊട്ട് വായിച്ച് പഠിപ്പിച്ചു പോവുകയാണ്. സ്റ്റെപ്പ് അത് പുസ്തകവും ഒരു പേനയും കൊണ്ടുവരിക. അനൗൺസ്മെന്റ് ശ്രദ്ധിക്കുക. ഹരേ കൃഷ്ണ. പ്രഭുജി ഇത്ര നല്ല രീതിയിൽ അവതരിപ്പിച്ചു. പ്രഭുജിയോടും പ്രഭുജിയുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നമ്മളൊരു 3 പ്രാവശ്യം ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കാം. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ